സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം. സ്വർഗീയ പർദീസ എന്ന ഈ വീഡിയോയുമായി ഒരിക്കൽ കൂടി സ്വർഗദാത അവിടുത്തെ മക്കളുടെ മുമ്പാകെ നിൽക്കുവാൻ തന്ന വൻ ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. നമ്മൾ ലോകം മുഴുവൻ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന സമയമാണല്ലോ ഇത്. സ്വർഗം ഭൂമിയിലിറങ്ങി മനുഷ്യരെ കൈപിടിച്ച് സ്വർഗത്തേക്ക് ഉയർത്തിയതിൻ്റെ ഓർമ്മയത്രേ നമ്മുടെ കർത്താവായ യേശുനാഥൻ, സ്വർഗരാജകുമാരൻ, പിതാവാം ദൈവത്തിൻ്റെ മടിയിലിരുന്ന ഓമനപുത്രൻ അവിടുന്ന് സ്വർഗം വിട്ടിറങ്ങി ഈ ഭൂമിയിൽ വന്നിറങ്ങി. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളെല്ലാം കുരിശിലേറ്റി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗദാതൻ വലം ഭാഗത്ത് വിരാജിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് പ്രിയമക്കളെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് നമ്മുടെ കർത്താവായ യേശുനാഥനെ സ്തുതിക്കാം, ആരാധിക്കാം. സർവമഹത്വവും അവിടത്തേക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗദാതൻ നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയരെ, മനുഷ്യരായ നമ്മളേവരും ഈ ജീവിതത്തിൽ ഈ ഭൂമിയിലെ ഓരോ നിമിഷവും ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ മരണമെന്ന ഒരു അവസാന ബിന്ദു നമ്മെ ഏവരെയും കാത്തിരിക്കുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ നമ്മുടെ മരണം എന്ന വാതിലിലൂടെ കടന്ന് നമ്മൾ ചെല്ലുന്നത് നിത്യാനന്ദത്തിലേക്കാണെന്ന് വിശുദ്ധ വേദപുസ്തകമായ ബൈബിൾ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. മനുഷ്യരായ നമുക്ക്, വെറും ജഡമായ നമുക്ക് ഇതിൽ പരം എന്തൊരു ഭാഗ്യമാണുള്ളത് പ്രിയപ്പെട്ടവരെ. ഇനിയൊരു സ്വർഗമുണ്ടോ? ഒരു സ്വർഗരാജ്യമുണ്ടോ? നിത്യാനന്ദമുണ്ടോ? ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം എല്ലാം അവസാനിക്കുന്നു എന്ന് ചിലർ പറയുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകമായ ബൈബിളിൽ നമ്മുടെ യേശുനാഥൻ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിന് അനേകം വാസസ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കിയാൽ നിങ്ങളെയും അവിടെ ചേർത്ത് കൊള്ളുമെന്ന് നമ്മുടെ യേശുനാഥൻ നമ്മെ ഗ്രഹിപ്പിക്കുന്നു. അപ്പോൾ ചിലർ ഇനിയും ഇങ്ങനെ വാദിച്ചേക്കാം, യേശു പറയുന്നത്, വിശുദ്ധ പുസ്തകമായ ബൈബിളിൽ പറയുന്നത് എങ്ങനെ നമുക്ക് വിശ്വസിക്കാമെന്ന്. പ്രിയപ്പെട്ടവരെ, 100% നമുക്ക് വിശ്വസിക്കാം. കാരണം മനുഷ്യരിൽ അസാധ്യമായ അനവധി അത്ഭുതങ്ങൾ അവിടുന്ന് നമ്മെ ചെയ്ത് കാണിച്ചു. ലാസറെ 4 ദിവസം കഴിഞ്ഞ് ഉയർപ്പിച്ച നമ്മുടെ യേശുനാഥൻ നൈനിലെ വിധവയുടെ ഏകമകനെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കരകയറ്റിയ നമ്മുടെ യേശുനാഥൻ പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ വാക്കുകൾ വിശ്വസിക്കാം. പ്രിയപ്പെട്ടവരെ, ഇനിയും ചിലർ എങ്ങനെ ബൈബിളിൽ പറയുന്നത് വിശ്വസിക്കാം എന്ന് വീണ്ടും ഒരു സംശയം ഉന്നയിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, പിതാവാവ് നമ്മുടെ സ്വർഗദാതനായ നമ്മുടെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന പ്രാർത്ഥനക്കാരായ പെന്തക്കോസ്തുകാർ എന്ന് പറയുന്ന ആ ദൈവമക്കളുടെ സാക്ഷ്യങ്ങളെ സാക്ഷ്യങ്ങൾക്ക് നമുക്കൊന്ന് ചെവി കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, മനുഷ്യരാൽ അസാധ്യമായ, മനുഷ്യരെ കൊണ്ട് സാധിക്കാത്ത അനവധി തെളിവുകൾ, അടയാളങ്ങൾ കണ്ടാണ് അവർ
ഒരു വിശ്വാസമാർഗത്തിലേക്ക് വന്ന അവിടുത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ അടുത്ത് ഒരു സിസ്റ്ററുണ്ട്. വളരെ കഷ്ടതയിലൂടെ വീട്ടുജോലിക്കൊക്കെ പോയി വിശ്വാസത്തിലേക്ക് ഏകയായി വന്ന മകൾ ഇന്ന് കുടുംബസമേതം വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുന്നു. ഇന്ന് അവർക്ക് സർവ്വസമൃദ്ധിയും കർത്താവ് അനുഗ്രഹിച്ചു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവർ ഓടുന്നു. ഈ അടിയാത്തിക്കും വ്യക്തമായി ശക്തമായി പറയാനൊരു സാക്ഷ്യം നമ്മുടെ ദൈവം തരിക തന്നെ ചെയ്തു. എൻ്റെ വീട്ടിലെ കുഞ്ഞുങ്ങളിൽ 2 അത്ഭുതങ്ങൾ എൻ്റെ ദൈവം കാണിച്ച് എന്നെ ഉറപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെയാണ് അടിയാത്തി ഈ വിശ്വാസ ജീവിതത്തിൽ ഇவ்விധം നിലനിൽക്കുന്നത്. ഇനി മരണം വരെ നഷ്ടം വന്നാലും എന്തു വന്നാലും ഈ ജീവിതത്തിൽ മുന്നേറുക തന്നെ ചെയ്യുമെന്ന് 100% ഉറപ്പ്. പ്രിയപ്പെട്ടവരെ, ആയതിനാൽ നമുക്ക് നമ്മുടെ ഈ ഭൂലോക ജീവിതത്തിന് ശേഷം ഒരു നിത്യമായ ജീവിതമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ജീവിതം നേടുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ വെച്ച് ഒരുങ്ങാം. ഒരു ഗാനം ആലപിക്കുകയാണ്. ഗോളങ്ങൾ നിർമ്മിച്ചും കൊണ്ടമ്മാനമാടി സ്വർഗത്തിൽ വാണിടുമെൻ പൊന്നുതാത. ആദിയും അന്തവുമില്ലാത്തൊരാനിൻ അസ്തിത്വം ഗോളങ്ങൾ ഘോഷിക്കയാണോ. സൂര്യനെ സൃഷ്ടിച്ചു, ചന്ദ്രനെയും താര ജലങ്ങളെയും സ്വർഗതാതൻ. ഊഴിയെ സൃഷ്ടിച്ചു, വാനിനെയും ആഴിയെയും സ്വർഗതാതൻ. ജീവജന്തുക്കൾ, സസ്യജാലങ്ങൾ എല്ലാം എനിക്ക് സൃഷ്ടിച്ചു താതൻ. ആദത്താൽ ഞാൻ വാണിടുമെവിടെ. സ്തോത്രമപ്പ, 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 സ്തോത്രമപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 തിരുവചന ഭാഗങ്ങൾ വായിക്കുകയാണ്. ഒന്ന്, യെശയ്യാവ് 34:4. ആകാശത്തിലെ സൈന്യം എല്ലാം അലിഞ്ഞു പോവും, ആകാശവും ഒരു ചുരുൾ പോലെ ചുരുണ്ടുപോകും. അതിലെ സൈന്യം ഒക്കെയും മുന്തിരിവള്ളിയുടെ ഇല വാടി പൊഴിയുന്നതുപോലെയും അത്തിവൃക്ഷത്തിൻ്റെ കായ് വാടി പൊഴിയുന്നതുപോലെയും പൊഴിഞ്ഞുപോകും. 2 യോഹന്നാൻ 8:23. യേശു അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. തിരുവചനങ്ങളൊക്കെയായി സ്തോത്രമപ്പ, സ്തോത്രമപ്പ, സ്തോത്രമപ്പ. പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതത്തിലൂടെ മുന്നേറുന്ന എല്ലാ വിശ്വാസ സമൂഹത്തിനും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പ്രിയമക്കളെ, വിശ്വാസ ജീവിതം ഒരു ചില്ലറ കാര്യമല്ല. എന്നാൽ
ഉന്നതത്തിൽ നിന്നും നമ്മുടെ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ആയതിനാൽ തന്നെ നമ്മെ ശക്തീകരിക്കാൻ നമ്മുടെ ദൈവം സർവശക്തൻ തന്നെ ചില അനന്തമായ അലകടലാവുന്ന നിത്യാനന്ദം അനുഭവിക്കുന്ന നമ്മൾക്കെതിരെ പോരാടാൻ ചില ഉളപ്പരപ്പിലെ കുമിളകൾ പോലെ ചില പ്രശ്നങ്ങൾ വന്നാലും ധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ. നമ്മെ വേർതിരിച്ച് അവിടുത്തെ സ്വർഗരാജ്യത്തിലേക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ കടത്തിയ നമ്മുടെ ദൈവം വിശ്വസ്തൻ തന്നെ. അവിടുന്ന് നമ്മെ വഴിയിൽ വെച്ച് ഉപേക്ഷിക്കുകയില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ മാറി നിൽക്കുകയില്ല. നമ്മളോട് ചേർന്ന നമ്മെ അവിടുത്തെ കരങ്ങളിൽ ചുമന്നുകൊണ്ട് അവിടുന്ന് നടക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് സർവമഹത്വവും നേർന്നുകൊള്ളുന്നു. സ്തോത്രം 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 സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അടിയാത്തി വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് CPI എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു അംഗത്വമുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ ജോലിയൊന്നുമില്ലാതിരുന്നപ്പോൾ ചില സ്ഥാനമാനങ്ങൾ അടിയാത്തിക്ക് ലഭിച്ചു. പള്ളുരുത്തി കൊച്ചി താലൂക്ക് വനിതാ സംഘത്തിലെ ബോർഡ് മെമ്പറായിരുന്നു ഞാൻ. മറ്റ് 7 പേരിൽ ഒരാൾ ഞാൻ മാത്രം CPI, മറ്റുള്ളവർ CPIM. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആന്ധ്രയിൽ പോയി ടീച്ചറായി ജോലി ചെയ്ത് തിരികെ വന്നപ്പോൾ ഞാൻ CPIയുടെ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ പ്രധാന നേതാവ് എന്നെ കണ്ട ഭാവം നടിച്ചില്ല. അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം ഈ ലോകത്തിലെ എല്ലാ സ്ഥാനമാനങ്ങളും അങ്ങനെ തന്നെയാണ്. അവർ നമ്മളെ അവഗണിക്കും, കണ്ടില്ലെന്ന് നടിക്കും, നമ്മളെ തരം താഴ്ത്തും, ഇങ്ങനെയൊക്കെ ചെയ്യും. എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ, നമ്മുടെ യേശുനാഥൻ്റെ, പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ അന്തികെ വന്നു ചേർന്ന നമ്മെ ഒരിക്കലും ലജ്ജിക്കാൻ നമ്മുടെ ദൈവം അനുവദിക്കുകയില്ല. ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടി നമ്മുടെ അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ വചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവിടുത്തെ വചനത്തിൽ ഉറച്ച് നാം നിൽക്കുകയാണെങ്കിൽ അവിടുന്ന് നമ്മെ 100 മടങ്ങ് സത്ഫലങ്ങൾ നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, അടിയാത്തിയുടെ ഭവനത്തിൽ ഹല്ലേലൂയ 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 അടിയാത്തി അടക്കം ചില ജോലികൾ ചെയ്താണ് കുടുംബത്തിൽ വരുമാനം കണ്ടെത്തിയിരുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസ ജീവിതം നയിച്ച് 1-2 വർഷമായപ്പോൾ എൻ്റെ ആങ്ങളയ്ക്ക് ഒരു ഗവൺമെൻറ് ജോലി ലഭ്യമാകുവാനും കർത്താവിൻ്റെ കൃപയാൽ അടിയാത്തിയും അമ്മയും ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കാനും അനുഗ്രഹം ലഭിച്ചു. ആയതിനാൽ തന്നെ തിരുവചനങ്ങൾ ധ്യാനിക്കാനും വായിക്കാനും സമയം ലഭിക്കുകയും സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി പോകുവാനും അവസരം നൽകി പരംദൈവം അനുഗ്രഹിക്കുകയുണ്ടായ കർത്താവിന് സർവമഹത്വവും നേർന്നുകൊള്ളുന്നു. സ്തോത്രം 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 സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസം ജീവിതം നയിക്കുന്ന പ്രാർത്ഥനക്കാരായി നമുക്ക് ഈ ലോകത്തിൽ നിന്ന് അത്ര നല്ല സ്വീകരണം ലഭ്യമാകുമെന്ന് വിചാരിക്കുന്നില്ല.
മഹാസമുദ്രമാവുന്ന ആനന്ദത്തിൽ മുഴുകിയ നമുക്ക് ഓളപ്പരപ്പിലെ കുമിളകൾ പോലെയുള്ള ചില പോരാട്ട ശക്തികൾ അടുത്തു വരും. എന്നാൽ നമ്മളത് ഗണ്യമാക്കാൻ നിൽക്കുകയേ വേണ്ട. ഉറ്റബന്ധുക്കളുടെ വീട്ടിൽ പോയാലും നമുക്ക് ഒരു അവഗണന അവിടെ കാത്തിരിപ്പുണ്ടാവും. ഒരിക്കൽ ഞാൻ ഒരു ഉറ്റബന്ധുവിൻ്റെ വീട്ടിൽ അകത്ത് ഇരിക്കുമ്പോൾ ഒരു അതിഥി വന്നപ്പോൾ എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ആ അതിഥിയെ ഇരുത്തി. മറ്റൊരു ഉറ്റബന്ധുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എല്ലാവർക്കും പാൽച്ചായ കൊടുത്തപ്പോൾ അടിയാത്തിക്ക് കട്ടൻ ചായ തരികയുണ്ടായി. അങ്ങനെ കർത്താവിന് വേണ്ടി നിന്നതിനാൽ ലഭിച്ച അപമാനത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നമുക്ക് നിത്യതയിൽ അതൊക്കെയായിരിക്കും കിരീടങ്ങൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഈ ഭൂമിയിൽ നമ്മെ കളിയാക്കുകയും നമ്മളെ തരം താഴ്ത്തുകയും നമ്മളെ അവഗണിക്കുകയും ചെയ്യുന്ന ഈ ലോകം കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരായ എല്ലാവർക്കും ഈയൊരു പോരാട്ടത്തെ നേരിടേണ്ടി വരും തന്നെ. എന്നാൽ നമ്മുടെ യേശുനാഥൻ നമുക്ക് വേണ്ടി നിത്യജീവൻ നൽകുവാൻ വന്ന നമ്മുടെ യേശുനാഥനെ മനുഷ്യർ മരക്കുരിശാണോ ഏകിയതെങ്കിൽ പച്ചമരത്തിന് ഇങ്ങനെയായാൽ ഉണക്കമരത്തിന് എന്താവുമെന്ന് യേശുനാഥൻ തന്നെ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ നമുക്കും ഒരു പോരാട്ടം പ്രതീക്ഷിക്കാം. നമ്മൾ പ്രാർത്ഥിച്ച് വലിയ വിടുതൽ ലഭിച്ചവർ തന്നെ നമ്മുടെ നേരെ ആക്രോശിച്ച് ചീറുന്ന ഒരു അനുഭവം അടിയാത്തിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് സാത്താൻ്റെ തന്ത്രമാണ് മക്കളെ. നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ആ സമയത്തും അവരെ അനുഗ്രഹിക്കണം. ആ അനുഗ്രഹത്തിൽ നിന്നും നമ്മൾ മാറി ശപിക്കുവാനാണ് നമ്മൾ തുനിയുന്നതെങ്കിൽ അവിടെ വിജയിക്കുന്നത് സാത്താനായിരിക്കും. സാത്താന്യ ശക്തികളെ നമ്മൾ തോൽപ്പിക്കുക തന്നെ വേണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ലെന്ന വചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ അന്ധകാര ലോകത്തിൻ്റെ അധിപതികളോടുമായ സാത്താനിക സൈന്യത്തോടാണെന്ന് വചനം പറയുമ്പോൾ നമ്മളെ ശപിക്കുന്നവരെയും അനുഗ്രഹിക്കാൻ നമ്മൾ കെൽപ്പുള്ളവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ മഹത്വവും. കുരിശിൽ തറച്ച മക്കളെപ്പോലും ക്ഷമിക്കണമേ എന്ന് സ്വർഗനാഥനോട് അപേക്ഷിച്ച് നമ്മുടെ യേശുനാഥൻ്റെ മാതൃക നാം പിന്തുടരുക തന്നെ ചെയ്യണം. നമുക്ക് ലഭ്യമാവുന്ന പോരാട്ടങ്ങൾ അലങ്കാര മാലകളായി തന്നെ നാം കഴുത്തിൽ അണിയുക തന്നെ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നാം വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവിക ദർശനങ്ങൾ ലഭിച്ച യേശുവിനോടൊപ്പം നടന്ന ആ ശിഷ്യന്മാർക്കും ആദി പിതാക്കന്മാർക്കും ലഭ്യമായ ചില പോരാട്ടങ്ങളെ കൂടി അടിയാത്തി ഇവിടെ ഒന്ന് ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പൂർവ്വപിതാവായ ജോസഫ് ഒരു ദർശനം കണ്ടു. അപ്പനും അമ്മയും തൻ്റെ 11 സഹോദരന്മാരും തന്നെ വണങ്ങുന്നതായി. പ്രിയപ്പെട്ടവരെ, ഈ ദർശനം കേൾക്കാനിടയായ സഹോദരങ്ങൾ ജോസഫിനെ എങ്ങനെയും നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങുകയാണ്. എന്നാൽ ആ ദൈവിക ദർശനം നമ്മുടെ ദൈവം നിറവേറ്റുക തന്നെ ചെയ്തു.
പോത്തിഫറിൻ്റെ വീട്ടിലും കാരാഗൃഹത്തിലും പീഡനാനുഭവിച്ച ജോസഫ് ഈജിപ്തിലെ ഉന്നതാധികാരിയായി ഉയർത്തപ്പെടുക തന്നെ ചെയ്തു. അപ്പനും തൻ്റെ സഹോദരങ്ങളും തന്നെ വണങ്ങി തൊഴുന്ന വിധത്തിൽ തന്നെ ആ ദർശനം അർത്ഥവത്തായി മാറുകയുണ്ടായി. എന്നാൽ അതിനുവേണ്ടി ജോസഫ് അല്പം വേദനകളിലൂടെ കടന്നു പോകേണ്ടതായി വന്നു. പ്രിയരെ, ബാബിലോൺ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വേല ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ട ആ ദാനിയേലും കൂട്ടുകാരും ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്നു. ഭക്ഷണപാനീയങ്ങളിൽ പോലും ദൈവത്തിൻ്റെ ഹിതം നിവർത്തിച്ച ദാനിയേൽ കണ്ട സ്വർഗീയ ദർശനങ്ങൾക്ക് പരിമിതിയില്ല. പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ട യോഹന്നാന് അവിടെ ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. തൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുമെന്ന് തന്നെ യോഹന്നാൻ കരുതിയിരിക്കണം. തങ്ങളുടെ അമ്മ യേശുനാഥൻ്റെ വലത്തും ഇടത്തും ഇരിക്കണമെന്ന ആഗ്രഹത്താൽ യേശുനാഥനെ സമീപിച്ചതായിരുന്നു. എന്നാൽ താൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ സാധിക്കുമോ എന്ന് അവിടുന്ന് ആ മാതാവിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ പാനപാത്രം കുടിച്ച് കാണിക്കുകയാണ് യാക്കോബും യോഹന്നാനും. ശിരച്ഛേദം ചെയ്യപ്പെട്ട് യോഹന്നാൻ സ്വർഗരാജ്യം കൈവശമാക്കിയപ്പോൾ പത്മോസ് ദ്വീപിൽ വെച്ച് തന്നെ സ്വർഗീയ ദർശനങ്ങൾ കണ്ട് സ്വർഗരാജ്യത്തിൽ കയറാൻ യോഹന്നാന് സാധിക്കുക തന്നെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ആയതിനാൽ തന്നെ അങ്ങനെ അനവധി അത്ഭുതങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ സാക്ഷ്യം കൂടി പറയുകയാണ്. ഞങ്ങളുടെ ചിറക്കൽ പ്രദേശങ്ങളിൽ ഞാനെല്ലാം വിശ്വാസ ജീവിതത്തിൽ കടക്കുന്നതിന് മുമ്പ് വളരെ പാവപ്പെട്ട കുറേ ആളുകൾ വിശ്വാസ ജീവിതത്തിൽ കടന്ന കർത്താവിന് വേണ്ടി നിന്ന ഭവനങ്ങളുണ്ട്. എന്നാൽ ഇന്ന് ആ ഭവനങ്ങളെല്ലാം മാളിക പോലെ കർത്താവ് ഉയർത്തി. ആ ദേശക്കാരുടെ മധ്യേ തലയുയർത്തി നടന്നുകൊണ്ട് മുന്നേറുവാൻ പരംദൈവം അവരെ സഹായിച്ചു. അല്പനാൾ ഈ ഭൂമിയിൽ ഒന്ന് കഷ്ടപ്പെടേണ്ടി വന്നെങ്കിലും ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗരാജ്യത്തിൻ്റെ ഒരു സാമ്പിൾ അനുഭവിച്ചറിയുവാൻ നമ്മുടെ ദൈവം ഇടയാക്കുക തന്നെ ചെയ്തു. കർത്താവിന് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മാവാം ദൈവത്തെ, സത്യദൈവത്തെ ആരാധിക്കുന്ന ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് മാത്രം. നിങ്ങൾ ഞങ്ങളെ കളിയാക്കുമ്പോഴും ഉപദ്രവിക്കുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥനയോടെ തന്നെ ജാഗരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി കൂടിയാണോ നമ്മുടെ യേശുനാഥൻ കാൽവരിയിൽ രക്തം ചൊരിഞ്ഞത്. നിങ്ങളെയും അവിടുന്ന് ഈ ഭൂമിയിലെ ഓരോ മനുഷ്യരെയും അവിടുന്ന്
നമ്മൾ ഏവരും തന്നെ സ്വർഗരാജ്യത്തിൽ നിത്യാനന്ദ അനുഭവിക്കുക തന്നെ ചെയ്യും പ്രിയരെ. ഇന്ന് യേശുവിൻ്റെ അനുയായികൾ നിരന്തരം പീഡനം ഏറ്റുവാങ്ങിക്കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ അവിടുത്തെ വേല ചെയ്യുമ്പോൾ പ്രിയരെ, നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കുമ്പോഴും നിങ്ങൾ ഞങ്ങളെ പീഡിപ്പിക്കുമ്പോഴും ഒന്ന് തിരിച്ചറിയണം, നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയും സ്വർഗമൊരുക്കിയ യേശുനാഥന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നുണ്ട്. ഈ ഭൂമിയിൽ തന്നെ നിങ്ങൾ സ്വർഗരാജ്യം അനുഭവിക്കാൻ പ്രാപ്തരാവുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ. നമ്മുടെ ദൈവം, നമ്മുടെ യേശുനാഥൻ അതിന് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുമാറാകട്ടെ. ആകയാൽ വിശ്വാസ സമൂഹത്തോട് ഒരിക്കൽ കൂടി ഞാൻ ഒന്ന് ഓർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. പോരാട്ടങ്ങൾ വരുമ്പോൾ, നിന്ദനങ്ങൾ, പരിഹാസങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയാൽ സൗഖ്യം നേടിയവർ, നമ്മുടെ പ്രാർത്ഥനയാൽ സമൃദ്ധി നേടിയവർ, നമ്മുടെ പ്രാർത്ഥനയാൽ വിവാഹം നടന്നവർ ഏവരും നമുക്കെതിരെ പോരാടാൻ അടുത്തു വരുമ്പോൾ നമ്മൾ അവരിലൂടെ നമ്മളോട് എതിർക്കാൻ വരുന്ന പൈശാചിക ശക്തികളെ കണ്ടുകൊണ്ട് നമ്മുടെ ബന്ധുമിത്രാദികളെ ഏവരെയും നാം സമൃദ്ധമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യണം പ്രിയപ്പെട്ടവരെ. സ്വർഗസ്ഥനാം ദൈവത്തിൻ്റെ പ്രിയ മക്കളായി അവിധം നമ്മൾ ഗണിക്കപ്പെടുക തന്നെ ചെയ്യും. ഒരാൾ പോലും നഷ്ടപ്പെട്ട് പോകുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു കുടുംബാവി മനസാന്തരപ്പെട്ട് ദൈവകൃപയിലേക്ക് തൻ്റെ തിന്മപ്രവൃത്തികൾ വെടിഞ്ഞ് വരുമ്പോൾ സ്വർഗം ഇരട്ടി സന്തോഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ പരംപിതാവിൻ്റെ അത്യഗതമായ സ്നേഹം അനിർവചനീയം തന്നെ. സർവശക്തൻ പരമ്പൊരുൾ സ്നേഹവാൻ ഇങ്ങനെ ഒരു ദൈവം നമുക്ക് സ്വർഗത്തിൽ നമ്മെ നോക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി ജാഗരിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ശക്തി പകർന്നുകൊണ്ട് വിരാജിക്കുന്നതിനാൽ നമുക്ക് ഗർവോടെ തന്നെ, അഭിമാനത്തോടെ തന്നെ, സന്തോഷത്തോടുകൂടി തന്നെ, ഭയമില്ലാതെ തന്നെ നമ്മുടെ ഈ വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം പ്രിയപ്പെട്ടവരെ. ഒന്നുകൊണ്ടും നാം ചഞ്ചലപ്പെടേണ്ട, ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മെ താങ്ങുവാൻ അവിടുത്തെ ശക്തമായ കരങ്ങൾ നമ്മോടൊപ്പം സദാസമയവും ഉണ്ട്. ചിലപ്പോൾ ഒരു ക്ഷീണവും ഒരു മനോവേദനയുമൊക്കെ നമ്മെ ഉലച്ചേക്കാമെങ്കിലും നമ്മെ പ്രാർത്ഥനയാൽ, തിരുവചന ധ്യാനത്താൽ നമുക്ക് ഉറച്ചു നിൽക്കാനുള്ള ഒരു നങ്കൂരം പോലെ അവിടുത്തെ കൃപ നമ്മിൽ വന്ന് അണയുക തന്നെ ചെയ്യും. പരംതാതൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കുമാറാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും എല്ലാ മക്കളോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ. തൻ്റെ പുത്രനെ തന്ന് നമ്മെ അവിടുത്തെ തിരുരക്തത്താൽ മോചിപ്പിച്ച് സ്വർഗീയവാസത്തിന്, നിത്യവാസത്തിന് അർഹരാക്കി തീർത്ത
അവിടുത്തെ നാമമഹത്വത്തിനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം വരണമേ.